നമസ്കാരം. ഇന്ത്യയെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ബംഗ്ലാദേശിന് ഓരോ രീതിയിലും പണി കൊടുക്കുകയാണ് നമ്മുടെ രാജ്യം. ഇതിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം, നമ്മുടെ രാജ്യത്ത് അനധികൃതമായി കുടിയേറി പാർക്കുന്ന ബംഗ്ലാദേശികളെ കണ്ടെത്താൻ തീവ്ര യജ്ഞത്തിലാണ് ഓരോ സംസ്ഥാനങ്ങളും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കൃത്യമായ ഇടപെടൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിലും അതുപോലെ ത്രിപുരയിലും ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ നിന്ന് 30 ബംഗ്ലാദേശികളെ പിടികൂടിയിട്ടുണ്ട്. ഇൻഫാൽ വെസ്റ്റ് ജില്ലയിൽ നിന്നാണ് ഇവരെല്ലാം പിടിയിലായത്. ഇവരുടെ പക്കൽ നിന്നും ഇന്ത്യയിൽ നിർമ്മിച്ച വ്യാജ ആധാർ കാർഡുകളും ലഭിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ നമുക്കറിയാം, കൊൽക്കത്ത കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ബംഗ്ലാദേശികൾക്ക് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന സംഘങ്ങളുണ്ടായിരുന്നു. ഇവർ നിർമ്മിച്ച ഇത്തരത്തിലുള്ള ആധാർ കാർഡുകളുമായിട്ടാണ് ഈ 30 പേരെയും ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഒരു രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു ഈ ഒരു നീക്കമുണ്ടായത്. പോലീസ് പരിശോധന നടത്തുകയായിരുന്നു. ഇവർ ഈ ഇംഫാലിൽ ഒരു ബേക്കറി ജീവനക്കാരായിട്ട് ജോലി ചെയ്യുകയായിരുന്നു. തുടർന്നാണ് പരിശോധനയിൽ ഇവർ ബംഗ്ലാദേശികളാണെന്ന് മനസ്സിലായത്. അതേപോലെ ത്രിപുരയിലും ഇപ്പോൾ ഈ രീതിയിൽ ബംഗ്ലാദേശികളെ കണ്ടെത്തി അവരുടെ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള തീവ്രയജ്ഞ പരിപാടിയിലാണ് സർക്കാരും പോലീസുമൊക്കെ. കൃത്യമായും ഹിന്ദുക്കൾക്കെതിരെയുള്ള വലിയ ആക്രമണങ്ങൾ ഇപ്പോഴും ബംഗ്ലാദേശിൽ തുടരുകയാണ്. മാത്രമല്ല, നമ്മുടെ ദേശീയ പതാകയടക്കം അപമാനിച്ചുകൊണ്ട് അവഹേളിച്ചുകൊണ്ടാണ് അവിടുത്തെ സർക്കാരും അവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകളും മുന്നോട്ട് പോകുന്നത്. ഇതിലൊക്കെ തന്നെ ഒരു തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബംഗ്ലാദേശികളെ കണ്ടെത്തി അവർക്ക് അവരുടെ നാട്ടിലേക്ക് വണ്ടി കയറ്റി വിടാനുള്ള നീക്കവുമായി നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.